ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അതേ നമ്മുടെ വേദ മലയ്ക്ക് പോയിട്ട് വരുന്ന വിക്രത്തിന് എന്തോ സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ഇവരിവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും അപ്പുമോൾ അങ്ങോട്ടേക്ക് വന്നു. എന്താ രണ്ടുപേരും കൂടി ഇവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വാന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുക. അങ്ങനെ അതേ അകത്തേക്ക് ഇവർ കയറി ചെല്ലുന്ന ഈ ഒരു സമയത്ത് വിശ്വനവിടെ ചൂടോടെ ചപ്പാത്തി വേണമെന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്ത് നിൽക്കുന്നു. അച്ഛനോട് നിന്ന് ചായ കുടിക്കുന്നു. നന്ദിനി ചപ്പാത്തി പരത്തുന്നു. അങ്ങനെ ഓരോ ജോലികൾ. അപ്പോൾ മതിയോ എന്ന് അമ്മ ചോദിച്ചപ്പോൾ ഇപ്പം എനിക്ക് ഒരെണ്ണം മതിയെന്ന് മോൻ അമ്മയോട് പറഞ്ഞു. അപ്പോൾ നന്നായിട്ട് പരത്ത് എന്ന് നന്ദിനിയോട് നന്ദിനി അടുത്തതായോ എന്ന് ചോദിക്കുമ്പം ആയമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തത് നന്ദിനി കൊടുക്കുന്നു. അമ്മ അത് ചൂടുന്നു. അപ്പോഴത്തേക്കും വിക്രവും വേദയും കൂടെ വന്നു. അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആരത്? അപ്പം ഞങ്ങൾ നാളത്തെ ട്രിപ്പിൻ്റെ കാര്യം സംസാരിക്കുകയായിരുന്നു എന്ന് അമ്മ പറയാം കേട്ടോ. അപ്പോൾ വിനായകൻ ബസ് ബുക്ക് ചെയ്യാൻ പോയെന്ന് പറഞ്ഞു. ബസ്സോ എന്ന് വെച്ചാൽ ട്രാവലറാടാ വിക്രവേ എന്ന് വിശ്വൻ. അപ്പം സുചീന്ദ്രത്ത് ഒരു ദിവസം താമസിക്കാനുള്ളതും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വം പറയുമ്പോൾ താമസമൊക്കെ വേണമെന്ന് ചോദിച്ചു. രാവിലെ പോയി തൊഴുത് രാത്രി ഇങ്ങ് തിരിച്ചെത്തിയാൽ പോരെ എന്നും ചോദിച്ചു. അത് വെറുതെ തിടുക്കപ്പെട്ട് കർമ്മം കഴിക്കുന്നത് പോലെ ഒരു യാത്രയാകും, അത് വേണ്ട എന്ന് അച്ഛൻ വിക്രത്തോട് അന്നേരം പറഞ്ഞു. അപ്പോൾ അത് ശരിയാ. പിന്നെ വെറുതെ ഒരു യാത്രയല്ല ഇത്, ചില കാര്യങ്ങൾ അറിയാനും ബോധ്യപ്പെടാനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണെന്നും സമയമെടുത്ത് മനസ്സറിഞ്ഞ് തൊഴുത് പ്രാർത്ഥിച്ചു വന്നാൽ മതിയെന്നും അച്ഛൻ ഇങ്ങനെ വിക്രത്തോട് പറയുക കേട്ടോ. എന്ന് പറഞ്ഞാൽ നന്ദിനി അന്നേരം അവിടെ നിൽക്കുവാണ്. അടിയിൽ കൂടെ നന്ദിനിക്ക് ചെയ്യാവുന്ന മുഴുവൻ നന്ദിനി ചെയ്യുന്നുണ്ട്. എന്നിട്ട് പാവത്തെ പോലെ ഇങ്ങനെ അവിടെ നിൽക്കുക. അങ്ങനെ ഈ സംഭവം ഇതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുക നമ്മുടെ വിക്രം ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ വിക്രത്തിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നു. വിക്രം എന്നിട്ട് എല്ലാവരെയും നോക്കി ആ ഫോണും എടുത്ത് അങ്ങ് പോയി. അപ്പോൾ വിക്രം പോയിരിക്കുന്നത് ശ്രീനിവാസൻ വിളിച്ചതുകൊണ്ടാണെന്ന് അച്ഛൻ അന്നേരം അവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞു. വിക്രം നല്ലൊരാളായി തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ശ്രീനിവാസൻ്റെ പിടിയിൽ നിന്നും അവൻ രക്ഷപ്പെടണമെന്ന് അച്ഛൻ പറയുക. അപ്പോൾ കേട്ടോ നന്ദിനി, നിന്നോടും കൂടി പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങനെ വൈരാഗ്യം പ്രശ്നങ്ങളൊന്നും ഇല്ല ചാ, ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും ഉള്ള ചപ്പാത്തി ഇങ്ങനെ ചൂടുവോ എന്നൊക്കെ നന്ദിനി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഈ മൂച്ചും ആവേശവും യാത്ര കഴിഞ്ഞാലും കാണണം മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ കേട്ടോ എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്, അത് ഞാൻ ശ്രീചേച്ചിയോടക്കം സോറിയും പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ അമ്മ പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ നിൽക്കുമ്പോൾ ഈ കഴിഞ്ഞത് കഴിഞ്ഞില്ലേ നന്ദിനി, ഇനി അതിൻ്റെ പേരിൽ പോസ്റ്റ്മോർട്ടം ഒന്നും വേണ്ട, ഇനി അങ്ങോട്ട് കുടുംബം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം, മാത്രമേ അച്ഛൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ റെഡി ആകട്ടോ എന്ന് പറഞ്ഞു. ഇനി എന്തായാലും മറ്റൊരു നന്ദിനിയെ വിശ്വന് കാണാം, നോക്കിക്കോളാൻ പറഞ്ഞു. അഭിനയം ഒരിത്തിരി ഓവറാണല്ലോ, ഇനി വേറെ കുനിഷ്ടം വല്ലതും ഉള്ളിൽ വെച്ചുകൊണ്ടാണോ എന്നൊക്കെ നന്ദിനിയെ പറ്റി വേദ എവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പം വേദ ഇങ്ങനെ നമ്മുടെ നന്ദിനിയെ നോക്കുക കേട്ടോ. അപ്പം നന്ദിനി വേദയെ നോക്കി ചിരിച്ചിരുന്ന് നോക്കണ്ടടി ചൂടല്ല ഭദ്രകാളി, ഈ യാത്ര നിനക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്രയാക്കി മാറ്റി തരാടി ഞാൻ എന്നൊക്കെ പറയുമ്പം പറഞ്ഞിട്ട് നമ്മുടെ വേദ ഇങ്ങനെ ചിരിക്കുന്നു. നന്ദിനി പറഞ്ഞിങ്ങനെ ചിരിക്കുന്നു. രണ്ടുപേരും ആക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ആ സമയത്ത് പിന്നെ നമ്മുടെ അമ്മ അത് നന്ദിനിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അങ്ങ് പോയി. വേദ പോയി കുളിച്ചിട്ട് അപ്പോഴേക്കും ഞാൻ നല്ലൊരു ചായ ഉണ്ടാക്കി വെക്കാമെന്ന് നന്ദിനി പറഞ്ഞു. വേദ അന്നേരം എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എൻ്റെ ദൈവമേ, ഇതിപ്പോൾ നന്ദിനി അടുത്തേക്ക് വട്ടായതാണോ അതോ ഞാൻ വല്ല സ്വപ്നവും കാണുന്നതാണോ? അപ്പോൾ വേദ ചെറിയമ്മ പോയി കുളിച്ചിട്ട് വാ, നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞു കൊച്ചു. കളിക്കാൻ ഈ ചെറിയമ്മ നീ വിളിക്കുന്നില്ലേ അപ്പം മോളെ എന്ന് നന്ദൻ ചോദിച്ചപ്പം നന്ദന് ചെറിയമ്മ വരാത്തോണ്ടല്ലേന്ന് ചോദിച്ചു. ഇന്ന് ചെറിയമ്മ വരാട്ടോ, എന്നിട്ട് നമുക്ക് അത്തള പിത്തള തളാച്ചി കളിക്കാം. എന്താ അതെന്ത് കളിയാന്ന് ചോദിച്ചു. അപ്പം അതൊക്കെ ഒരു കളിയാ ഉണ്ട് എന്നും പറഞ്ഞ് നന്ദി നിൽക്കാം. വേദ ചെറിയമ്മയോട് കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കൊച്ചിനെ കൊണ്ട് പറയിച്ചു. വേദ കുളിക്കാനും പോയി. അത് കഴിഞ്ഞപ്പോൾ നന്ദിനി നിന്ന് അങ്ങ് ആ കുടുംബത്തിൽ കിടന്ന് അങ്ങോട്ട് നിറഞ്ഞാടുക. വെള്ളാരപ്പൂമല മേലെ പാട്ടൊക്കെ പാടി നന്ദിനി എന്തോ വലിയൊരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ നന്ദിനിയുടെ ഇതൊക്കെ കാണുമ്പോൾ ഇവർക്കൊക്കെ അത്ഭുതം. ഇവരെല്ലാവരും എന്നാ പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും കേട്ടോ. നന്ദിനിയാണ് പരിസരബോധം പോലും ഇല്ലാതെ ഇങ്ങനെ നടന്ന് പാട്ടും പാടി ഇങ്ങനെയൊക്കെ ഓരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വേദകുളിയൊക്കെ കഴിഞ്ഞു വന്ന് ശരണവിളിയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. അന്നേരത്തേക്കും നമ്മുടെ നന്ദിനിയുടെ പാട്ട് അവിടെ നിന്ന് കേട്ടു. നന്ദിനിയുടെ പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നല്ല ഒന്നാന്തരം പാട്ട്. അത്തള വിത്തള തവളാച്ചി മുക്ക് പറയ്ക്കട ചൂളാപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാടി വിടുക. അപ്പം നമ്മൾ അടുത്തിരുത്തിയിട്ടേ അങ്ങനത്തെ ഇത് കേട്ട് വേദ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ വേദ ഇറങ്ങി വന്നപ്പോൾ വാ ചെറിയമ്മയെന്നും പറഞ്ഞുകൊണ്ട് അപ്പം മോള് വിളിച്ചു. വേദ ചെറിയമ്മയെക്കാളും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നന്ദിനി ചെറിയമ്മയെ മിടുക്കി കേട്ടോ. അതുകൊണ്ട് നന്ദിനി ചെറിയമ്മയുടെ കൂടെ കളിച്ചോളാൻ പറഞ്ഞു വേദ കൊച്ചിനോട്. അന്നും പറഞ്ഞു വേദ എവിടെ നിന്ന് പോയി, ഇനി കുറച്ച് കഴിഞ്ഞ് കളിക്കാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി വേദയുടെ പിന്നാലെ പോവാം. വേദേ എന്നും പറഞ്ഞ് വിളിച്ചു പിന്നാലെ ചെന്നു. ഈ പറഞ്ഞത് വേദ എനിക്കിട്ടൊരു പാരപണതാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ എന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ, എന്നാലും സാരമൊന്നുമില്ല, ഞാനതങ്ങ് സഹിച്ചു വേദേ. നന്ദിനിയടുത്ത് അങ്ങനെ സഹിക്കാറൊന്നും പതിവുള്ളതല്ലല്ലോ. ക്ഷമിക്കാനും പഠിക്കണ്ട വേദേ, അല്ലാതെ എങ്ങനെയാ എന്ന് നന്ദിനി ഇങ്ങനെ പറയൂ. സത്യത്തിലേ ഞാൻ വേദയോട് വെറുതെ ഓരോന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലേ.
അതിന് നന്ദിനിയടുത്ത് വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ആണോ? നിനക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല? ഇല്ല, എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ലെന്നേ. ആ പാര വയ്ക്കുന്നതിനും മേഷണി പറയുന്നതിനും ആരെങ്കിലും വഴക്കൊന്ന് പറയും എൻ്റെ നന്ദിനിയടുത്ത് എന്ന് വേദ ചോദിച്ചു. ഓഹോ അങ്ങനെ, അതാ നിർദ്ദേശിച്ചല്ലേന്ന് ചോദിച്ചു. അങ്ങനെ തന്നെ. അപ്പോൾ വേദ പറഞ്ഞത് ശരിയാ, ഇത്തിരിയോളം കുശുമ്പൊക്കെ എനിക്കുണ്ട്. അത് വിനയേട്ടൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. അയ്യോ നന്ദിനിയടുത്തേ അതുമാത്രമല്ലെന്നേ, ഇത്തിരി കുന്നായ്മ, ഇത്തിരി കണ്ണുകടി, പിന്നെ ഇത്തിരി കുനിട്ട്, കുറച്ചധികം കുരുട്ട് ബുദ്ധി എല്ലാം ഉണ്ടെന്ന് പറയുമ്പം അതൊക്കെ ഞാനങ്ങ് സമ്മതിച്ചു. പക്ഷെ അതൊരു അപകർഷത കൊണ്ടാണെന്ന് പറയാം നന്ദിനി. അപകർഷതയോ? എന്തിനു വേണ്ടിയിട്ട്? അല്ല, അത് പിന്നെ വേദയുടെ അത്രയും സൗന്ദര്യം എനിക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അപ്പം വരും, എവിടെ നിന്നൊന്നും അറിയത്തില്ല, ഓടി ഇങ്ങ് വരും അപകർഷത. അതാണോ? എന്നാലോ ശ്രീചേച്ചിയെ കാണുമ്പോൾ എനിക്കത് ഇല്ല താനും. നല്ല മൽഗോവ മാമ്പഴം പഴുത്ത് നിൽക്കുന്നത് പോലുള്ള മുഖമല്ലേ. പാട്ട് കേട്ടിട്ടില്ലേ? മാമ്പഴ കൂട്ടത്തിലെ മൽഗോവയാണ് നീ എന്നൊക്കെ പറഞ്ഞുള്ള പാട്ട്. അപ്പം എന്നൊക്കെ പറഞ്ഞ വേദം നിന്ന് ചിരിക്കുക. അല്ലെങ്കിൽ തന്നെ സിനിമയിലെ കൽപ്പന ചേച്ചി പറയുന്നതൊക്കെ വെറുതെ ആന്നേ. ദൈവം പാവത്തുങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം ഒന്നും തരത്തില്ലെന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് വേദം ഇങ്ങനെ നിൽക്കുന്നത് വാരുന്നതാണെന്ന് വേദയ്ക്ക് മനസ്സിലായി. വേദയ്ക്ക് സൗന്ദര്യം മാത്രമൊന്നും അല്ല കേട്ടോ, ആളുകളോട് ഇടപഴകാനും അവരെ സ്വന്തം ഭാഗത്താക്കാനൊക്കെ നല്ല കഴിവുണ്ട്. അതുമാത്രമല്ല എന്തും ആരെ കൊണ്ടും സാധിച്ച് എടുപ്പിക്കാനും നന്നായിട്ട് അറിയാൻ കേട്ടോ. അപ്പോൾ നന്ദിനിയടുത്ത് എന്നെ പഠിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. സത്യം വേദ, അല്ലെങ്കിൽ വിനയേട്ടൻ്റെ കാര്യം തന്നെ നീ ഒന്ന് എടുത്ത് നോക്കിക്കേ. ഞാൻ പറഞ്ഞാൽ പോലും ഒരു കാര്യം പോലും കേൾക്കാത്ത വിനയേട്ടൻ വേദ പറഞ്ഞാലിപ്പോൾ അനുസരിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്താ അതിൻ്റെ ഗുട്ടൻസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയണോന്ന് ചോദിച്ചു. പറയുന്നേ. അത് ഈ സൗന്ദര്യം കൂടുതലുള്ള പെണ്ണുങ്ങളെ ഒരു കാര്യം പറഞ്ഞാൽ ആളുകൾ അത് കേൾക്കും, അതാണ് ആ ഗുട്ടൻസ്. എന്താ മതിയോന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നന്ദിനി അതെ അത്ര വലിയ ഭംഗിയൊന്നും ഇല്ല, ഞാനൊന്ന് കൂട്ടി പറഞ്ഞതേ ഉള്ളൂ. പുകഴ്ത്തിയ സന്തോഷം കിട്ടുമല്ലോ എന്ന് കരുതി വെറുതെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കണ്ടേച്ചാൽ മതി. മുഖത്തിൻ്റെ ഷേപ്പ് അയ്യോ അങ്ങനെയൊന്നും അല്ല, നെറ്റ് കയറി കഷണ്ടി വന്നതുപോലെ ഉണ്ട്. പിന്നെ ചിരിക്കുമ്പം എന്നും പറഞ്ഞ് ഉള്ള വൃത്തി അങ്ങോട്ട് ഇല്ലാണ്ടാവുകയും ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് തനി നേരം പറയുക. അപ്പോൾ എനിക്ക് കൊച്ചിനോട് അത്തളപത്തള തളാച്ചി കളിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അങ്ങ് പോയി അന്തം വിട്ട് ഇങ്ങനെ നിന്ന് വന്നിട്ടൊരു ഒറ്റ ചിരിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദീപ്തി അവിടെ ഇരുന്ന് TV കാണുന്നു. വർഷം അവിടെ വന്നിരിക്കുക. അപ്പോൾ കുഞ്ഞെന്തെന്ന് ചോദിച്ചു. അമ്മയുടെ അടുത്തുണ്ടെന്ന് വർഷം പറഞ്ഞു. അമ്മ നിരാഹാരം നിർത്തി കേട്ടോ എന്ന് വർഷ പറയൂ കേട്ടോ. അത് വേദയിച്ച് വന്നിച്ച് പോയപ്പോഴേ നിർത്തിയല്ലോ അല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അത് ശരിയാണെന്ന് വർഷ പറയുക. പിന്നെ ഈ ശ്രീയേട്ടന് ഇങ്ങനെയുള്ള പൊട്ട വിവരങ്ങളൊക്കെ എവിടുന്ന് കിട്ടുന്നതെന്ന് ചോദിച്ചു. എന്ത് വിവരം? വിക്രം ചേട്ടനെ ട്രാപ്പിലാക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ. അയ്യോ അങ്ങനെ പറഞ്ഞു ശ്രീയേട്ടനെന്ന് വർഷ ചോദിക്കുമ്പം എന്തിനാ വർഷയിടത്തി ഇങ്ങനെ കിടന്ന് എൻ്റെ മുന്നിൽ ഉരുളുന്നേ? വേദേച്ചി എന്നോടെല്ലാം പറഞ്ഞു കേട്ടോ. അച്ഛൻ വേദേച്ചിയെ കണ്ടതും സംസാരിച്ചതും വേദേച്ചി ഇവിടെ വന്ന അമ്മയെ കണ്ടതും വിക്രം ചേട്ടൻ സത്യം ചെയ്തതും എല്ലാം പറഞ്ഞെന്ന് പറയുമ്പോൾ വരുന്നത് ഞാനും കണ്ടായിരുന്നു, പക്ഷേ സത്യം ചെയ്തതൊന്നും ഞാനും കണ്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ വേദേച്ചി എന്നോട് കുറേ സംസാരിച്ചു. അപ്പോഴാ സത്യത്തിൽ വരുണുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പിനെ പറ്റി ഞാൻ കൂടുതലും ആലോചിച്ചത് എന്ന് വർഷ പറയാം. അപ്പോൾ എന്താലോചിച്ചത്? അച്ഛനും അമ്മയും പറയുമ്പോൾ നമുക്ക് എപ്പോഴും എതിർക്കാൻ തോന്നും വർഷയെടുത്തി. അവരുടെ മുന്നിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കലാണല്ലോ നമ്മുടെ ആദ്യത്തെ ഒരു സമരം എന്ന് പറയുന്നത് തന്നെ. വേദേച്ചി സംസാരിച്ചപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നുവെന്നും വേദേച്ചി ചെയ്തതിനെ പറ്റിയൊക്കെ വിമർശിച്ച് സംസാരിച്ചു എന്നും വർഷ പറയാം. പിന്നെ ഞാനും വരുണും വേദേച്ചിയുടെ പോയിന്റ്സൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയെന്നും പറയാം ദീപ്തി. അപ്പോൾ അതിലൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി എന്നും ദീപ്തി പറയൂ കേട്ടോ. ശരിയാ, പ്രായത്തിൻ്റെതായ ഒരു ഇൻഫാക്ച്വേഷൻ ഞങ്ങൾക്കിടയിലുണ്ട്, അതുമാത്രമാണിത്. അത് തിരിച്ചറിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ ഒന്ന് മാറി നിന്ന് ചിന്തിക്കാൻ തുടങ്ങി എന്ന് പറയുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ അപ്പോൾ ദീപ്തി ആ ബന്ധം വിട്ടുവെന്നാണോ അർത്ഥം എന്ന് ചോദിക്കുമ്പം എന്തൊരു ചോദ്യം എൻ്റെ വർഷമെടുത്തി. ഒന്നെങ്കിൽ അടുക്കണം അല്ലെങ്കിൽ അകലണം. ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ അങ്ങനെയല്ലാതെ ഒരു റിലേഷൻ സാധ്യമല്ലെന്നാണോ എന്ന് ചോദിക്കുമ്പം അല്ല മോളെ, രണ്ടാളും തമ്മിൽ അങ്ങനെ ചില റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചാൽ പിന്നെ അകലുന്നത് തന്നെയല്ലേ നല്ലത്. വീണ്ടും അടുത്തിരുന്ന് ഒരു പ്രശ്നത്തിലേക്ക് പോവേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ മോളുടെ നന്മയ്ക്കായിട്ട് പറഞ്ഞതാ കേട്ടോ. അപ്പോൾ അതെനിക്ക് മനസ്സിലായി വർഷയെടുത്തി. ഒരു പക്ഷേ വർഷയെടുത്ത് ഈ വീട്ടിൽ സ്ഥിരമായി നിന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ കാര്യം ഇത്രയ്ക്ക് വഷളാവുമായിരുന്നില്ല എന്ന് പറയാം. എന്ന് വെച്ചാൽ അല്ല, വേദേച്ചിയോട് സംസാരിക്കാൻ കഴിഞ്ഞതുപോലെ എനിക്ക് വർഷയെടുത്തിയോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലേ കുറേ പ്രശ്നങ്ങളില്ലാതെ കഴിക്കാൻ കഴിയുമായിരുന്നല്ലോ എന്നും ദീപ്തി പറയാം. അച്ഛനോടും അമ്മയോടും സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു
അവസ്ഥ അത് എനിക്ക് ഏട്ടത്തിയോട് സംസാരിക്കുമ്പോൾ ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു. ഓഹോ, അങ്ങനെ അങ്ങനെ, എന്നിട്ട് അവസാനം എന്ത് തീരുമാനിച്ചു എന്ന് പറയാൻ പറഞ്ഞു വർഷ. തൽക്കാലം ഞാനും വരണം സുഹൃത്തുക്കളായി തുടരാൻ തീരുമാനിച്ചു എന്ന് വർഷയോട് ദീപ്തി പറയുക. പക്ഷേ പഴയതുപോലെ തന്നെ കാണും, സംസാരിക്കും, ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരുമിച്ച് ജീവിക്കുന്ന തീരുമാനം ഇപ്പം എടുക്കുന്നില്ല എന്നും പറഞ്ഞു. കുറെ കാലം കഴിഞ്ഞിട്ട് രണ്ടാൾക്കും ഒരുമിച്ച് ജീവിക്കണം എന്ന് തോന്നിയാൽ അപ്പം അതാകാം, എന്താന്ന് ചോദിച്ചു. അപ്പോൾ അത് മതി മോളെ, അതാ നല്ലതെന്ന് വർഷ പറഞ്ഞു കൊടുക്കുക കേട്ടോ. പിന്നെ പറയാൻ പാടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, അത് സാരമില്ല, ഏട്ടത്തി പറഞ്ഞോളൂ. ഇങ്ങനെ ഇടയ്ക്ക് കാണുന്ന തന്നെ കഴിഞ്ഞ പരസ്പരം അങ്ങനെയുള്ള തോന്നലുകൾ തന്നെ ഇല്ലാതായിക്കോളൂ എന്നും വർഷ പറഞ്ഞു കൊടുക്കുക. ഈ ആകർഷണം എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്, വീണ്ടും വീണ്ടും കാണുമ്പോഴേ പിന്നെയും കാണാനായിട്ട് തോന്നും. അപ്പോൾ നല്ല സ്വാദുള്ള എന്തെങ്കിലും കഴിക്കുമ്പോൾ പിന്നെയും തിന്നാൻ തോന്നുന്നത് പോലെ അല്ലേ എന്ന് ദീപ്തി ചോദിച്ചപ്പോൾ ഒന്ന് പോടി കള്ളിയെന്നും പറഞ്ഞുകൊണ്ട് വർഷ ഇങ്ങനെ ഇരുന്ന് പറയാട്ടോ. എന്തായാലും ദീപ്തി വർഷയെ കയ്യിലെടുത്തും. ശരി ഏട്ടത്തി, ഞാനിന്ന് കണ്ടു തീർക്കട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് ശ്രീകാന്തും അമ്മായച്ചനും കൂടെ വെള്ളമടിയും പാർട്ടിയും സംസാരവും ഒക്കെ ആയിട്ട് ഇന്ന് അവരെ കണ്ട കാര്യമൊക്കെ പറയുവാണ്. അപ്പോൾ കള്ള് കുടിക്കുമ്പോൾ നീ കുറേ ഇങ്ങനെ പറയുമെന്ന് എനിക്കറിയാം, പക്ഷേ കള്ളിൻ്റെ കെട്ടിറങ്ങി കഴിയുമ്പോൾ നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അമ്മായച്ചൻ ഇങ്ങനെ പറയും കേട്ടോ മരുമോനോട്. ഞാൻ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണോ അച്ഛാ കാര്യങ്ങൾ? അല്ല, നിന്നെ കൊണ്ട് കഴിവില്ലാത്തത് കൊണ്ടാടാ, അതാ ഞാൻ പറഞ്ഞു വന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ, അതായത് അച്ഛന്മാർ മോനോട് പറയുന്നു. എടാ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് നാൾ കൊണ്ട് വേദയും വിക്രവും ഒരിക്കലും പിരിയാൻ പറ്റാത്ത വിധം അടുത്തു പോകുമെന്നും അവർക്കൊരു കുഞ്ഞുകൂടി പിറന്നു കഴിഞ്ഞാൽ ആ ബന്ധം പിന്നെ പിരിക്കാൻ ആർക്കും സാധ്യമാവില്ല എന്ന് ശ്രീധരനോട് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഇപ്പം നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ചെറിയൊരു സോഫ്റ്റ് കോർണർ അവരോട് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതും സത്യമാണ്. ഒരു പേരക്കുട്ടി കൂടി പിറക്കുന്നതോടെ അതങ്ങ് ഇരട്ടിയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ കുഞ്ഞിനെ ലാളിക്കലായി, പേരക്കുട്ടിയുമായി ആന കളിക്കലായി, റിട്ടയർ ചെയ്തിരിക്കുന്ന കാലത്ത് നിൻ്റെ അച്ഛന് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് കൂടിയായി എന്നൊക്കെ പറഞ്ഞിങ്ങനെ. അപ്പോൾ അവളുടെ വിശ്വരൂപം പുറത്തിറക്കും. പിന്നെ എല്ലാ കമ്പനികളിലും അവൾ കൈവയ്ക്കുകയും ചെയ്യും. അവളുടെ പേരിൽ അവൻ വന്ന് നിരങ്ങുകയും ചെയ്യുമെന്ന കാര്യവും പറയാം. ആദ്യം പറഞ്ഞ പേരക്കുട്ടികൾ സമ്മാനമായി നിന്റെ അമ്മയുടെ ഓഹരി കൂടി അവൾക്ക് കൂടി കിട്ടിയാൽ അതോടുകൂടി തീർന്നു നിന്റെ കാര്യമേ. ഖുദാഘവ, അവിടേക്കൊന്നും ഈ ശ്രീകാന്ത് കാര്യങ്ങൾ കൊണ്ടൊന്നും എത്തിക്കില്ല ചാച്ച, നോക്കിക്കൊള്ളാൻ പറഞ്ഞു ശ്രീകാന്ത്. പറയാൻ എളുപ്പമാടാ, പക്ഷേ കാണിക്കാനാണ് പാട്. ഇന്ന് അവളും അവനും കൂടെ നിന്റെ അനിയത്തിയെ ദീപ്തിയെയും വരുണിനെയും കണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ തമ്മിൽ സംസാരിക്കും. അപ്പോൾ ഇതെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവനെ അങ്ങ് എന്നേക്കുമായിട്ട് അങ്ങ് ഇല്ലാണ്ടാക്കിയാലോ, എന്നിട്ട് അത് വിക്രത്തിൻ്റെ തല്ല് വെച്ച് കൊടുത്താലോ എന്ന് പറയുമ്പോൾ, ഓ നീ എന്നതൊക്കെ ഈ പറയുന്നേ, നീ മരക്കഴുതിയാന്ന് ഞാൻ പറയാൻ കാരണം ഇതാ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ ഇവളുമാരൊക്കെ ചുമ്മാ ഇരിക്കുന്നത് നിനക്ക് തോന്നണുണ്ടോ? അവർക്ക് ഉണ്ടാകാൻ പോകുന്ന ദേഷ്യവും അല്ലെങ്കിൽ പകയും എത്രത്തോളാണെന്ന് നിനക്ക് ചിന്തിക്കാൻ കഴിയും. വിക്രമനെതിരെ നീയാണ് പ്ലാൻ ഇട്ടത് എന്ന് മനസ്സിലാക്കിയാൽ അതോടെ നീ തീർന്നു എന്ന് നീ കണക്കാക്കിയാൽ മതി എന്നും പറഞ്ഞു കൊടുക്കുക. അവൾ സർവ്വശക്തിയും എടുത്ത് തിരിച്ചടിക്കും എന്നുള്ളത് മാത്രമല്ല, വിക്രമൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അവൻ്റെ വിധവയായി ജീവിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യവും പറയാം. ചെയ്യേണ്ടത് അവളെ വരുതിയിലാക്കുക എന്നുള്ളതാണെന്നും അവൾ നമ്മൾ പറയുന്നത് അനുസരിച്ചില്ല എങ്കിൽ അവൾ കാരണം ആ കുടുംബത്തിന് തീരാ നഷ്ടമുണ്ടാകുമെന്ന് അവൾക്ക് ബോധ്യം വരണമെന്ന് പറയും. അതിനിപ്പോൾ എന്ത് വേണം? അപ്പം ഞാനൊരു പ്ലാൻ പറയാം. ഇത്തിരി റിസ്ക് ഉള്ള കാര്യമാണെന്നും പക്ഷേ വിജയിച്ചാൽ നമ്മൾ വിചാരിച്ചതെല്ലാം നടക്കുമെന്നും ഇയാൾ പറയുക. വേദ തിരിച്ച് വീട്ടിലേക്ക് വരികയും ചെയ്യും. വിക്രമനെ എന്നേക്കുമായിട്ട് നമുക്ക് ഒഴിവാക്കി വിടുകയും ചെയ്യാമെന്നും പറഞ്ഞു. അപ്പം എന്താണ് ആ പ്ലാനെന്ന് ശ്രീകാന്ത് ചോദിച്ചു. അപ്പോഴത്തേക്കും ഒരു 2 ഗ്ലാസ് അടിച്ചിട്ട് അയാൾ എന്തൊക്കെയോ പറയാം. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്ന കാര്യം അത് നമുക്ക് നടപ്പാക്കിയെടുക്കാൻ സാധിക്കണം എന്നും ഇയാൾ പറയുമോ. അവളുടെയും ദർശൻ്റെയും പ്രപ്പോസൽ ഉറപ്പിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അതായത് വേദ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ അത് നടത്തണമെന്ന് പറഞ്ഞു. അതിന് സംശയം വല്ലതും ഉണ്ടോ അച്ഛാന്ന് ചോദിച്ചപ്പം എന്നാൽ ഞാനെല്ലാം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അവിടെ ഇരുന്ന് ഈ മരുമകനോട് ചെയ്യാൻ പോകുന്ന ക്രൂരതയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുക. ഇതെല്ലാം കേട്ടതിന് ശേഷം മകൻ, അതായത് ശ്രീകാന്ത് തിരിച്ച് വീട്ടിലെത്തി. ശ്രീകാന്ത് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ വർഷ വാതിൽ തുറന്നു. ശ്രീകണ്ഠൻ എന്താ താമസിച്ചതെന്ന് ചോദിച്ചു. ഭക്ഷണം എടുക്കട്ടെ?
വേണ്ട ഞാൻ കഴിച്ചെന്ന് പറഞ്ഞു. എന്നാൽ അമ്മയുടെ മുറിയിലേക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ മുറിയിലേക്ക് മോനെ വിളിച്ചുകൊണ്ട് വർഷ ചെല്ലുക. എന്താ അമ്മേ, എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. നീ ഇവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞു. എടാ എല്ലാം അവസാനിച്ചടാ, അവളൊന്ന് മനസ്സ് തുറന്നടാ. എന്ന് വെച്ചാൽ അമ്മ എന്താ പറയണേ? വേദയും വിക്രവും ഇത് എന്നോടൊരു വാക്കു പറഞ്ഞിരുന്നു. നീ പറഞ്ഞതുപോലെ അവർക്ക് ദീപ്തിയെ ട്രാപ്പിലാക്കണമെന്നുള്ള ഒരു ഉദ്ദേശവും ഇല്ല എന്ന് പറയുമ്പം അമ്മ അപ്പോഴേക്കും അത് വിശ്വസിച്ചല്ലേന്ന് ചോദിച്ചു. ശബരിമലക്കിട്ട മാല ഇട്ടുകൊണ്ട് ഒരാൾ സത്യം ചെയ്യുമ്പോൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോടാ എന്ന് അമ്മ മോനോട് ചോദിക്കാം. അവനെപ്പോലെ ഒരാൾ ചെയ്യുന്ന സത്യത്തിന് എന്ത് വിലയാണ് അമ്മയുള്ളത് എന്ന് ചോദിച്ചു. അന്നേരം അല്ല ശ്രീയേട്ടാ, ഇന്ന് ദീപ്തിയെ എന്നോട് പറഞ്ഞു അവൾക്ക് ഇപ്പോൾ ആ പയ്യനോട് സൗഹൃദം മാത്രമേ ഉള്ളൂ എന്ന്. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് ഞെട്ടി. ഇനി കുറേ കാലം കഴിഞ്ഞ് അവർക്ക് തന്നെ ഒന്നിച്ച് ജീവിക്കാൻ തോന്നിയാൽ അപ്പോഴേ ആലോചിക്കുള്ളൂ എന്ന് പറഞ്ഞെന്ന് പറയുമ്പം അതുവരെ നമ്മൾ എതിരൊന്നും പറയാതെ അവരോട് സൗഹൃദമാണെന്ന് വിശ്വാസം മിണ്ടാതിരിക്കണമെന്നല്ലേ എന്ന് ശ്രീകാന്ത് ചോദിച്ചു. അങ്ങനെയൊന്നും അവൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ലാണ്ട് പിന്നെ അതിൻ്റെ അർത്ഥം എന്താ, അത് നീ ഒന്ന് പറഞ്ഞെന്ന് ശ്രീകാന്ത് വർഷയോട് പറയാം. അപ്പം അമ്മ ശരിയാണല്ലോ എന്നിരുന്ന് ആലോചിക്കുന്നു. ദീപ്തി വേദയും വിക്രത്തിനെയും കാണാറുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം അത് പറഞ്ഞെന്ന് പറഞ്ഞു. അത് വേദയും വിക്രവും കൂടി പറഞ്ഞു കൊടുത്തൊരു ട്രാപ്പാണ്. അത് നമ്മുടെ മുന്നിൽ നടത്തുന്ന ഒരു കള്ളക്കഥയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആദ്യം ഉറപ്പ് വരുത്തണം എന്ന് ശ്രീകാന്ത് ഇങ്ങനെ ഇവരോട് പറയാം. ഈ പ്രശ്നം അങ്ങനെ പെട്ടെന്നൊന്നും തീരാൻ പോകുന്ന കാര്യമല്ലമ്മേ. തീരണമെങ്കിൽ അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, ദീപ്തിയെ ഈ വീട്ടിൽ നിന്ന് ദൂരെ എവിടേക്കെങ്കിലും അയക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പെട്ടെന്ന് കല്യാണം നടത്തിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് കുറച്ച് കാലത്തേക്ക് എവിടേക്കെങ്കിലും മാറ്റി നിർത്തുക. അപ്പോൾ പിന്നെ കാര്യങ്ങൾ വരുത്തിയിൽ കൊണ്ടുവരാൻ എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തും വർഷയും കൂടെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. അമ്മ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.